ഓക്കെ. ഇപ്പൊ ഈ ഇവർ രണ്ടാളെ കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ളവർ റെഡി ആവുന്നവർ റെഡി ആയിക്കോ കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ടൈം സേവ് ചെയ്യാം. അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഇല്ലാതെ ഡയറക്റ്റ് മീഡിയേഷനിലോട്ട് തുടങ്ങാം. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയി സാറ്. മോൻ സ്റ്റാർട്ട് ചെയ്യാം. മോന വീഡിയോ ഓൺ ചെയ്യാം. മീഡിയേഷൻ ഡെഫിനിഷൻ ആദ്യം പറയാം. മീഡിയേഷൻ ഇസ് എ വീഡിയോ പ്രശ്നമില്ലല്ലോ? ഇല്ല. മോന്റെ വീഡിയോ കുഴപ്പമില്ലല്ലോ? വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, താങ്ക് യു. മീഡിയേഷൻ പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ ആദ്യം പറയാം സാർ. മീഡിയേഷൻ ഇസ് എ പ്രോസസ് ഫോർ റിസോൾവിംഗ് കൺട്രോവേഴ്സീസ് ഇൻ വിച്ച് എ ന്യൂട്രൽ ഇന്റർവീനർ അസിസ്റ്റ് two or more negotiating parties to identify matters of concern, develop a better understanding of the situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. Mediation functioning aspect definition സൂചിപ്പിക്കാം. Mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third party, that is mediator, to assist the parties in dispute in reaching a voluntary resolution of a dispute. ഞാൻ മീഡിയേഷൻ ഞാൻ മീഡിയേറ്റർ ആയിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 10 വർഷമായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ എല്ലാം ചെയ്തിരിക്കുന്നത് ആർബിട്രേഷൻ മീഡിയേഷൻ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്കൊരു 10 വർഷത്തെ എക്സ്പീരിയൻസ് രംഗത്തുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റായി തുറന്ന് കാര്യങ്ങൾ പറയണം. ആ കാര്യങ്ങൾ വളരെ ന്യൂട്രലോടുകൂടി, അതായത് മറ്റാരോടും പറയാതെ ഒരു സ്വതന്ത്രമായ കാഴ്ചപ്പാടോടുകൂടിയായിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുക. എനിക്ക് പ്രത്യേകം ഈ 2 പാർട്ടികളോടും അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടും മമതയോ സ്നേഹമോ വിദ്വേഷമോ ഒന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയണം. അത് ഞാൻ ഓരോന്നായി എഴുതിയെടുക്കും. നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയില്ല. ന്യൂട്രാലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ഇവ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കരുത്. ആദ്യം നമുക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മോഹനൻ എല്ലാവരും കേൾക്കുന്നുണ്ടോ? മോഹനന്റെ കണക്ടിവിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ? അല്ല സർ, കേൾക്കുന്നില്ല. മോഹനൻ ചെറിയ റേഞ്ച് പ്രോബ്ലം ഉണ്ട് സർ. സാർ ചെറിയ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. മോഹന്റെ കണക്ഷൻ ഏതാ? റേഞ്ച് പ്രോബ്ലം. കണക്ഷൻ ഇതന്നെ, ജിയോ. അവിടെ റേഞ്ച് ഏരിയ ആണോ? റേഞ്ച് കുഴപ്പമില്ല, കിട്ടാറുണ്ട്. ഞാൻ പുറത്തേക്ക് വരാം. നമ്മൾ പരസ്പരം അവഹേളിച്ച് സംസാരിക്കരുത്. ഒരാൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ സാർ? ഞങ്ങൾ കേട്ടില്ല. ഓക്കെ. ഡെഫിനിഷൻ പറയട്ടെ സാർ? ഡെഫിനിഷൻ പറയട്ടല്ലോ? അത് കേട്ടു. ഓക്കെ. എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറയണം. അത് ഞാൻ ഓരോന്നായി എഴുതിയെടുക്കും. നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരസ്പരം വിദ്വേഷത്തോടെയോ അവഹേളനയോടെയോ സംസാരിക്കരുത്. പരസ്പരം ബഹുമാനിക്കണം. ഇതൊരു മീഡിയേറ്ററുടെ നിങ്ങളെ സഹായിക്കാനുള്ള ഒരു വേദിയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ നിങ്ങളുടെ ദേഷ്യം പരസ്പരം കൈമാറാനുള്ള വേദിയല്ല, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള വേദിയാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം അവഹേളിച്ച് സംസാരിക്കരുത്. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ഇടപെടരുതും ചെയ്യരുത്. ഒരാൾക്ക് സംസാരിക്കാൻ പ്രത്യേകം സമയം തരുന്നതായിരിക്കും. ആദ്യം
ഓരോ ആളുടെയും പ്രശ്നം എന്താണെന്ന് പറയുക. വേണമെങ്കിൽ നമുക്ക് പ്രൈവറ്റായി പോലും സംസാരിക്കാൻ, കോൺഫിഡൻഷ്യാലിറ്റിയിലെ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. അവിടെ നമുക്ക് എന്തും തുറന്നു പറയാം. മറ്റേ എതിർ പാർട്ടിയോട് നിങ്ങൾക്ക് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും അവിടെ തുറന്നു പറയാം. അതനുസരിച്ച് ഞാൻ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അജണ്ട ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അവിടെ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് ഞാൻ പറയില്ല. ഞാൻ അത് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു. തീർച്ചയായിട്ടും ഒരു ന്യൂട്രാലിറ്റി ആയിരിക്കും ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതി. നിങ്ങൾക്കൊരു പ്രിവിലേജ് ഉണ്ട്. ഒരാൾ പറയുന്നതോട് സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കില്ല. ഇൻ കേസ് ഞാൻ ന്യൂട്രൽ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മാറ്റാം. ഞാൻ പരമാവധി ന്യൂട്രലായിട്ടാണ് സംസാരിക്കുക. ഒരാളുടെ ഭാഗത്ത് കൂടില്ല. പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ പരസ്പരം ചില വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ട് ചെയ്യേണ്ടി വരും. ആ വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മീഡിയേഷൻ രംഗത്ത് പ്രധാനപ്പെട്ട ഒരു റോള്. അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ നിങ്ങളെ എന്ന കാര്യം പറയണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാറില്ല. അങ്ങനെ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഇടപെടുന്നതും, ഞാൻ നിങ്ങളോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മാറ്റാം. യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. നമുക്ക് നിങ്ങൾ തമ്മിലുള്ള കോടതി വെച്ച കാര്യങ്ങൾ പോലും നമുക്കിവിടെ തീർപ്പാക്കാനുള്ള അവസരമാണ്. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക. ആ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പരസ്പരം ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് മാറുകയാണ് എന്ന ഒരു തോന്നൽ കൂടി നമുക്കുണ്ടാവും. നിയമത്തിന്റെ കീറാമട്ടികളെല്ലാം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നാളെയും ഈ പറഞ്ഞ പോലെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളൊക്കെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഒരു തരത്തിലും പരസ്പരം ബഹുമാനമില്ലാതെ സംസാരിച്ച് നമ്മുടെ ഈ അന്തരീക്ഷം കളയരുത്. കോൺഫിഡൻഷ്യാലിറ്റിയും ന്യൂട്രാലിറ്റിയും കീപ്പ് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം. അതിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമുക്ക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഈ പ്രാഥമികമായ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് കടക്കാം. ഞാനത് ഓരോന്നായി നോട്ട് ചെയ്തെടുക്കാം. സാർ മോഹനൻ, ഇതിന്റെ തിയറി ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നോ? മീഡിയേറ്റർ ഓപ്പൺ സ്റ്റേറ്റ്മെന്റിന്റെ 2-3 തിയറി ക്ലാസ് നഷ്ടപ്പെട്ടു. ഈ മീഡിയേറ്റേഴ്സ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല, അത് വരുന്നില്ല. സാറ് ഇന്നലെ പറഞ്ഞ നിർവചനത്തിന്റെ ക്ലാസ്സിൽ ഇരുന്നിരുന്നു. പക്ഷെ മീഡിയേറ്റർ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ക്ലാസ് നോക്കാം, ഇല്ലെങ്കിൽ അത് ഇരിക്കണം. കാരണം ഈ രീതിയിൽ പറഞ്ഞ പാർട്ടീസ് ഇംപ്രസ് ആവില്ല ഒരിക്കലും. മനസ്സിലായ? അപ്പൊ ആ ക്ലാസ് വേണമെങ്കിൽ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. അത് ഇനിയില്ല റിപ്പീറ്റേഷൻ ക്ലാസ്സിൽ. കാരണം ഇനിയിപ്പോ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരും കൂടി ആവട്ടെ. എന്നിപ്പോ ഇന്ന് ഞാനിപ്പോ ക്ലാസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേവരെ പോയിട്ടുള്ളവർക്ക് നടക്കില്ല. പക്ഷെ ഇന്നത്തെ ഡിഫക്റ്റ് ഞാനത് പറഞ്ഞുതരാം. മോഹൻ എന്താ പറ്റിയെന്ന്. നിങ്ങള് മീഡിയേറ്റേഴ്സ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കോ. നിങ്ങൾ പറയേണ്ടത് എന്താന്നുള്ളത്. ഫസ്റ്റ് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, യുവർ നെയിം, then your qualifications if any, experiences in this field. മനസ്സിലായ? അങ്ങനെയാണ് പാർട്ടിയെ കുറച്ച് ഇംപ്രസ്ഡ് ആക്കുന്നത്. നിങ്ങൾ ഇതിന് അവരുടെ ഇഷ്യൂസ് കേൾക്കാനും അതിനൊരു സൊല്യൂഷൻസ് അവരെ എത്തിക്കാനും, അവരെത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ എത്തിക്കാൻ സഹായിക്കാനും നിങ്ങൾ യോഗ്യനാന്നുള്ളൊരു ധാരണ ഫസ്റ്റിൽ അവർക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഹൈക്കോടതി പ്രാക്ടീസ് ഒക്കെ പറയുന്നത് അല്ലെ, എക്സ്പീരിയൻസും പറയുന്നത്. അതുകൊണ്ടാണ് എക്സ്പീരിയൻസും കാര്യങ്ങളും പറയുന്നത്. അല്ലാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ വലിയ ആളെന്ന് കാണിക്കാനല്ല. ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും യോഗ്യനാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് മീഡിയേറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായ? അത് പറയുന്നത് മീഡിയേറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് സെറ്റ്സ് ദി ടോൺ ഫോർ ദി പ്രോഗ്രസ് ഓഫ് ദി മീഡിയേഷൻ എന്നാ പറയാ. അവിടെ പിഴച്ച മീഡിയേഷൻ പിഴച്ചു. പറഞ്ഞ മനസ്സിലായ? അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് അതിൽ അവരുടെ റോൾ എന്താന്നുള്ളതാണ് പിന്നെ പറയുന്നത്. നിങ്ങളുടെ മീഡിയേറ്റർ റോൾ എന്താന്ന് പറയണം, അവരുടെ റോൾ എന്താന്ന് പറയുന്നത്. ഈ രീതിയിൽ പറയും. നിങ്ങൾ നോട്ട് ചെയ്യും ജസ്റ്റ്. അപ്പൊ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാൻ പറ്റും. റോൾ ഓഫ് ദി മീഡിയേറ്റർ,
ദെൻ റോൾ ഓഫ് ദി പാർട്ടീസ്. മനസ്സിലായി? ചെക്ക് ലിസ്റ്റ് നിങ്ങൾ അങ്ങനെ തയ്യാറാക്കൂ. അപ്പൊ റോൾ ഓഫ് ദി മീഡിയേറ്റർ എന്ന് പറഞ്ഞാല് ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. അത് പ്രോസസ് ആസ്പെക്ട് ആയതുകൊണ്ട് അത് അവരോട് അതേമാതിരി പറയുന്നില്ല. അതിലൊരു കാര്യം നമുക്ക് എടുക്കാനുള്ളൂ, റോൾ ഓഫ് ദി മീഡിയേറ്റർ അസിസ്റ്റ് ദി പാർട്ടീസ് ഇൻ ഡിസ്പ്യൂട്ട്. അത് മാത്രമേ നമുക്ക് പ്രോസസ്സിൽ നിന്ന് എടുക്കാനുള്ളൂ, റോൾ ഓഫ് ദി മീഡിയേറ്റർ. ബാക്കിയുള്ളത് നിങ്ങൾ അറിയേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. മനസ്സിലായ? നമ്മൾ ഇനി അടുത്ത ഫങ്ഷണൽ ആസ്പെക്റ്റിലോട്ടാണ് പോകേണ്ടത്. മറ്റേ അസിസ്റ്റ് ദി പാർട്ടീസ് അത് മാത്രമേ നമുക്ക് അവരോട് പറയാവുന്നുള്ളൂ. എന്റെ റോൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു സെറ്റിൽമെന്റിൽ സഹായിക്കുക എന്നുള്ള മാത്രമാണ്. മനസ്സിലായോ? Assist the parties in dispute in resolving their controversies. മനസ്സിലായോ? അവിടെ അതേ പ്രോസസ്സിൽ അതേ പറയാനുള്ളൂ. എൻ്റെ പ്രോസസ്സ് അവരോട് പറയണ്ട. പക്ഷെ ആ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ എന്താണ് മീഡിയേറ്റർ ചെയ്യുക, അത് മീഡിയേറ്റേഴ്സ് റോളിലാണ്. അതായത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരത് മനസ്സിലാക്കാൻ ശ്രമിച്ച് അവരുടെ ആ പുതിയതായി നിങ്ങൾ മനസ്സിലാക്കിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളെ ആ പ്രോസസ്സിൽ നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ അവരോട് പറയുമ്പോൾ ഞാൻ നിങ്ങൾ അസിസ്റ്റ് ചെയ്യും മാത്രമെന്ന് പറയുന്നുള്ളൂ. ഇനി ഫങ്ഷണൽ ആസ്പെക്റ്റിലോട്ട് വായിക്കൂ. Functional aspects definition. Mediation is a structured, formal negotiation process following a set of key principles facilitated by a neutral third party, that is mediator, to assist the parties in dispute in reaching a voluntary resolution of a dispute. ഓക്കെ. അപ്പൊ അതിൽ പറയേണ്ടതാണ് ഞാൻ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്ന മാത്രമുള്ള ഇതൊരു വോളണ്ടറി പ്രോസസ്സാണ്. അടുത്ത വോളണ്ടറി എഴുതും. വോളണ്ടറി ആണ്. വോളണ്ടറി എന്ന് വെച്ചാല് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലായ? പാർട്ടീസ് തന്നെയാണ് അവർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതാണ് ഈ പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ വോളണ്ടറിനെസ് എന്ന് നോട്ട് ചെയ്താൽ മതി. വോളണ്ടറിനെസ്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എത്താൻ പറ്റില്ലെങ്കിൽ, പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. മനസ്സിലായ? ഇഗ്നോർ ചെയ്യാവുന്ന, അതായത് വോളണ്ടറി ആണ്. ദർ ഇസ് നോ പ്രഷർ ഓർ ഫോഴ്സ് ഫ്രം ദി സൈഡ് ഓഫ് ദി മീഡിയേറ്റർ. അപ്പൊ മീഡിയേറ്റർ ഇസ് ഓൺലി സജസ്റ്റിംഗ്, നോട്ട് കമാൻഡിങ് ഓർ ഓർഡറിങ്. സജഷൻ. മനസ്സിലായ? അപ്പോൾ വോളണ്ടറി പ്രോസസ് ആണെന്ന് പറയണം. പിന്നെ അവര് തന്നെയാണ് അവർ ഡിസിഷൻ. ഓക്കെ. പിന്നെ ഈ പ്രോസസ്സിൽ മീഡിയേറ്ററുടെ നേച്ചർ എന്താണ്? ന്യൂട്രാലിറ്റി. ന്യൂട്രാലിറ്റി പറയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാക്കാം. എനിക്ക് നിങ്ങൾ രണ്ടു കൂട്ടരും ഇന്ന് മാത്രം പരിചയമുള്ളവരാണ്. നിങ്ങളുടെ കേസ് എന്താന്ന് മുന്നേ എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഔട്ട്കം എന്ത് തന്നെ ആയാലും എനിക്കതിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. മനസ്സിലായ? അത് പറയണം. അങ്ങനെയാണ് ന്യൂട്രാലിറ്റി വരുന്നത്. ന്യൂട്രാലിറ്റി നമ്മൾ വെറുതെ ന്യൂട്രൽ എന്ന് വാക്ക് ഉപയോഗിച്ചാൽ പോരാ. അതിന് ന്യൂട്രാലിറ്റി എന്നുള്ള വാക്ക് കളഞ്ഞിട്ട് ന്യൂട്രാലിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായ? അല്ല ന്യൂട്രാലിറ്റി എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ആവുന്ന ന്യൂട്രാലിറ്റി എന്നുള്ള വാക്ക് കളയുക. അതിന് പകരം എനിക്ക് പ്രത്യേക താല്പര്യമില്ല, നിങ്ങൾ രണ്ടു കൂട്ടരോടും തുല്യ അകലവുമില്ല അടുപ്പവുമില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും ഇന്ന് മാത്രം പരിചയമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഡിസ്പ്യൂട്ടിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും എനിക്കില്ല. അതിന്റെ ഔട്ട്കം, അതിന്റെ തീരുമാനങ്ങൾ എന്ത് തന്നെയായാലും അത്
അതിലും എനിക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. അങ്ങനെ തന്നെ പറയണം. അതാണ് ന്യൂട്രാലിറ്റി പറയുന്നത്. പിന്നെ അപ്പൊ അതിനോട് ന്യൂട്രാലിറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാൻ ആരുടെയെങ്കിലും ഒരാളുടെ പക്ഷം പിടിക്കുന്നെന്ന് എന്റെ സംസാര രീതിയിലും മറ്റു തോന്നുന്ന പക്ഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ മാറ്റാവുന്നതാണെന്ന് പറയാം. അതിന് ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടാൽ മീഡിയേറ്റർ ഷാൽ നോട്ട് ബി നോ ലോങ്ങർ ന്യൂട്രൽ. മാറ്റാവുന്നതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള പറയാം. അപ്പൊ ന്യൂട്രാലിറ്റി ആ രീതിയിലാണ് പറയേണ്ടത്. പിന്നെ വരുന്ന വോളണ്ടറസ്, പിന്നെ വരുന്ന സീക്രസി ആണ് പറയേണ്ടത്. കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞിട്ട് സീക്രസിയിലോട്ട് പോയാൽ മതി. മീഡിയേഷന്റെ പ്രത്യേകത ഇവിടെയുള്ള പ്രോസസ്സുകളെല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ന്യൂട്രാലിറ്റി കഴിഞ്ഞാൽ പിന്നെ മീഡിയേറ്റർ കോൺഫിഡൻഷ്യാലിറ്റി പറയുന്നത്. ഇവിടെ എന്ത് തന്നെ നടന്നാലും, ഇവിടെ എന്ത് നടന്നു എന്ന് എന്നെ മോന്റെ റിലേ പോയി തോന്നുന്നു, കണക്ഷൻ പോയി തോന്നുന്നു. കണക്ഷൻ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ നടന്നാലും എന്നെ കോടതിയിലോ മറ്റു സ്ഥാപനങ്ങളോ ഇവിടെ എന്ത് നടന്നു എന്നതിനെ കുറിച്ച് തെളിവ് കൊടുക്കുന്നതിന് വേണ്ടി വിളിപ്പിക്കാനോ അതോ വിളിപ്പിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ കോടതിയിലോ അതേമാതിരിയുള്ള മറ്റു നീതി നിർവഹണ സ്ഥാപനങ്ങളിൽ തെളിവായി കൊടുക്കുന്നതിനോ ഞാൻ ബാധ്യസ്ഥനല്ലാത്തതും അതിനുള്ള പരിരക്ഷ എനിക്കുള്ളതുമാണ്. അതാണ് പ്രിവിലേജ്. മനസ്സിലായോ? അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രിവിലേജും കൂടി പറഞ്ഞു. മീഡിയേറ്റർ പ്രിവിലേജ്. എന്നാൽ ചില എക്സെപ്ഷൻ സാഹചര്യങ്ങളിൽ മാത്രം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ കൂടിയും മോഹനെ ഞങ്ങൾ പറഞ്ഞ കേൾക്കുന്നില്ല, കണക്ഷൻ പോകുന്നുണ്ട്. ചില എക്സെപ്ഷൻ സാഹചര്യങ്ങളിൽ എനിക്ക് പോകേണ്ടതായിട്ട് വരും. എന്നാലും ഇവിടെ എന്ത് നടന്നു എന്നുള്ളത് അപ്പോഴും തെളിവ് കൊടുക്കുന്നില്ല. അവിടെ കൊടുക്കേണ്ട അപ്പൊ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ തെളിവ് കൊടുക്കുന്നത്. അതാണ് എക്സെപ്ഷൻസ്. അപ്പൊ ഇത്ര മാത്രം പറഞ്ഞാൽ, എന്നാലും ഇവിടെ നിങ്ങൾ എന്തു പറഞ്ഞു, ഈ കേസിനോട് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ തീർപ്പിന് ആസ്പദമായി നിങ്ങൾ പറഞ്ഞതോ ചെയ്തതുമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. കാര്യങ്ങളെ കുറിച്ച് ഞാൻ തെളിവ് കൊടുക്കുന്നില്ല. ബാക്കിയുള്ള ചിലപ്പോൾ തെളിവ് കൊടുക്കേണ്ടി വരും, വല്ല ക്രൈമോ മറ്റോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയാണ് അതിന്റെ ന്യൂട്രൽ കോൺഫിഡൻഷ്യാലിറ്റിയും മീഡിയേറ്ററെ പ്രിവിലേജ് പറയാണ്. നിയമപരിരക്ഷ. പക്ഷേ നിയമപരിരക്ഷ കോർട്ട് അനക്സ്ഡ് മീഡിയേഷൻ ഉള്ളൂ എന്ന് പറയണം. അത് കോർട്ട് അനക്സ്ഡ് ആണോ എന്ന് അറിയണം. നിങ്ങൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പ്രൈവറ്റ് മീഡിയേഷൻ ആണോ കോർട്ട് അനക്സ്ഡ് ആണോ എന്ന് അറിയണം. പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ നിങ്ങൾ കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്യണം. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നും അവരും പറയില്ല. എങ്കിൽ മാത്രമേ എനിക്ക് ആ പ്രിവിലേജ് ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നടന്നത് പറയേണ്ടതായിട്ട് വരുന്നത്. അത് പ്രൈവറ്റ് ആണെങ്കിൽ എടുത്തു പറയണം. പറഞ്ഞു മനസ്സിലാകും? രണ്ട് ഡിഫറൻസ് ഉണ്ട്. പ്രൈവറ്റ് ആണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രിവിലേജ് മീഡിയേറ്റർക്ക് ഉള്ളൂ. അതല്ലെങ്കിൽ കോർട്ട് അനക്സ്ഡ് മീഡിയേറ്ററിൽ മാത്രമേ ഈ പ്രിവിലേജ് ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. മോഹനന്റെ കണക്ഷൻ പോയോ? കേൾക്കുന്നുണ്ടോ? ഞാൻ എന്തൊക്കെ പറഞ്ഞത് മോഹന? അപ്പോ ലാസ്റ്റില് പ്രൈവറ്റ് മീഡിയേഷൻ ആ രംഗത്തുള്ള പറഞ്ഞത് മനസ്സിലായില്ല. അതാണ് പ്രശ്നം. ഈ കണക്ടിവിറ്റി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കണക്ടിവിറ്റി പോകും അവസാനം. ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോ മൂവ്മെന്റ് ഇല്ലെങ്കിൽ അവിടേക്ക് എത്തുന്നില്ല ഞാൻ കണക്കാക്കേണ്ടത്. ഞാൻ എന്ത് പറഞ്ഞോളെ മോനെ റിപ്പീറ്റ് ചെയ്തെങ്കിലല്ലേ എനിക്ക് ഞാൻ പറഞ്ഞ കേട്ടോ എന്നുള്ളത്. ഈ പ്രൈവറ്റ് മീഡിയേഷനിലും കോർട്ട്
മീഡിയേഷൻ ലോ ഉള്ള ആ ഒരു വ്യത്യാസം പറഞ്ഞു. അതെന്തൊക്കെയാ വ്യത്യാസം? കോൺഫിഡൻഷ്യാലിറ്റി ഡിസ്ക്ലോഷർ ചെയ്യും എന്ന് പറയണോ അല്ലെ പ്രൈവറ്റ് മീഡിയേഷനിൽ? പ്രൈവറ്റ് മീഡിയേഷനിലാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഈ പ്രിവിലേജ് എനിക്കുള്ളൂ എന്ന് പറയാം. മനസ്സിലായോ? അതല്ലെങ്കിൽ ഈ പ്രിവിലേജ് ഇല്ല. കോട്ട് അനക്സ്ഡ് ആണെങ്കിൽ പ്രിവിലേജ് ഉണ്ട്. ബിക്കോസ് കോട്ട് അനക്സ്ഡ് മീഡിയേഷൻ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ദി സിവിൽ പ്രൊസീജിയർ ADR മീഡിയേഷൻ റൂൾ 2008 വഴിയാണ്. അപ്പൊ അതിൽ ആ റൂളിൽ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഓൺലി കോട്ട് അനക്സ്ഡ് മീഡിയേഷൻ മാത്രമാണ് ആ റൂൾ അപ്ലിക്കബിൾ. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? പിന്നെ ഈ ചെക്ക് കേസിലൊക്കെ ഈ പിന്നെ ക്രിമിനൽ കേസിൽ എടുക്കും, അത് മീഡിയേഷനിൽ വരില്ലേ? വരും. ചെക്ക് കേസൊക്കെ വിശ്വാസവഞ്ചനൊക്കെ പിന്നെ ക്രിമിനൽ കേസല്ലേ? വരും വരും വരും. അതിനൊക്കെ ഉണ്ട്. അതായത് കേസസ് ഇൻ ദി കാറ്റഗറി ഓഫ് കോമ്പൗണ്ടബിൾ, ക്രിമിനൽ കേസസ് ഇൻ ദി കാറ്റഗറി ഓഫ് കോമ്പൗണ്ടബിൾ നേച്ചർ ക്യാൻ ബി മീഡിയേറ്റഡ്. 138 ഒക്കെ വേണമെങ്കിൽ ക്വാസി സിവിൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്വാസി ക്രിമിനൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് സിവിൽ നേച്ചറാണത് 138 ഒക്കെ. 420 മാത്രമേ ക്രിമിനൽ നേച്ചർ വരുന്നുള്ളൂ. 138 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്, അത് സിവിൽ നേച്ചറാണ്. പിന്നെ 420 വരുമ്പോൾ മാത്രമാണ് 100% ക്രിമിനൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പറയേണ്ട സീക്രസി ആണ്. അപ്പോ ആ രീതിയിൽ എഴുതണം. ചെക്ക് ലിസ്റ്റ് എഴുതുമ്പോഴേ പ്രിവിലേജ് മീഡിയേഷൻ ആകുമ്പോ ഈ കോടതിയിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണ്ടേ? ഇതിന്റെ ഈ അഗ്രിമെന്റ് കോപ്പി കൊടുക്കണ്ടേ? എന്ത് കോട്ടനക്സ് മീഡിയേഷൻ ആകുമ്പോ ഈ അഗ്രിമെന്റിന്റെ കോപ്പി കോടതി കൊടുക്കണമല്ലോ നമ്മൾ സെറ്റിൽമെന്റ് ആയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വ്യവസ്ഥകൾ കോടതി കാണുമല്ലോ. അത് കാണാം. അത് മോനപ്പോ ഏത് വർഷ? ഞാനിപ്പോ പിന്നെ 5th സെമ്മാണ്, 3rd ഇയറിന്റെ. ഞങ്ങൾക്കിപ്പോ ADR ഉണ്ട്, ADR തുടങ്ങിയിട്ടുണ്ട്. CRPCയും എവിഡൻസ് ആക്ടും കഴിഞ്ഞോ? എവിഡൻസ് ആക്ട് എടുത്തുകൊണ്ടൊക്കെയാണ്. CRPC കഴിഞ്ഞു. CRPC കഴിഞ്ഞ അപ്പോ എവിഡൻസ് കൊടുക്കൽ, ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് എവിഡൻസ് ആവില്ല. ആ റിപ്പോർട്ട് നോക്കി കോടതിയിൽ നേരിട്ട് പറയും മാത്രമേ അത് എവിഡൻസ് ആവുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് കോടതിയിലേക്ക് അയക്കുമ്പോൾ അതൊരിക്കലും നിങ്ങൾ എവിഡൻസ് കൊടുത്തായിട്ട് കണക്കാക്കില്ല. ആ സമയത്ത് ആ റിപ്പോർട്ട് കോടതിയുടെ മുന്നിൽ കയറി നിന്ന് നിങ്ങൾ ഇതാണ് ആ റിപ്പോർട്ട്, ഇതിൽ ഇന്നെ നിങ്ങൾ പറയുമ്പോഴേ എവിഡൻസ് ആവുന്നുള്ളൂ. അതാണ് ഡിഫറൻസ്. അത് നിങ്ങളെ വിളിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ചെന്ന് പറയാൻ പറ്റില്ല. ആ വിളിപ്പിക്കലിന് നിങ്ങൾ പോകാൻ ബാധ്യസ്ഥനല്ല. അതിനുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായ? അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പൊ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് എവിഡൻസ് നിങ്ങൾ കൊടുക്കലല്ല. എവിഡൻസ് കൊടുക്കണമെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ആ പേപ്പർ എവിടെ നിന്ന് ഉത്ഭവിച്ചു അല്ലെങ്കിൽ അതിന്റെ ഓതന്റിസിറ്റി ഒരാൾ പറയുമ്പോൾ മാത്രമേ അത് എവിഡൻസ് ആവുന്നുള്ളൂ. അതല്ലെങ്കിൽ ജസ്റ്റ് ഡോക്യുമെന്റ്സ് മാത്രമാവുന്നുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ആ പാർട്ടീസ് അഡ്മിറ്റ് ചെയ്യണം, എങ്കിലേ അത് എവിഡൻസ് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു ഡോക്യുമെന്റ് ഒരു കോടതിയുടെ മുന്നിൽ വന്നു എന്ന് വെച്ചുകൊണ്ട് മാത്രം എവിഡൻസ് ആവില്ല. എവിഡൻസ് ആക്ട് പ്രകാരമുള്ള അതിന്റെ സെക്ഷന്റെ ആപ്ലിക്കേഷൻ കൂടി വന്നെങ്കിൽ മാത്രമേ എവിഡൻസ് ആവുള്ളൂ. അത് മനസ്സിലായി? ആ ഒരു പ്രോസസ്സ് കോടതി ചെയ്യും. ഒന്നിലേക്ക് കോടതി മാർക്ക് ചെയ്യും എവിഡൻസ് ആയിട്ട്. അപ്പൊ അത് എവിഡൻസ് ആയി. മാർക്ക് ചെയ്യാൻ മറ്റൊരു ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം, ഒപ്പിട്ട പാർട്ടിക്കും പ്രൂവ് ചെയ്യാം. അവർ വന്നാലും മതി, മീഡിയേറ്റർ തന്നെ വേണമെന്നില്ല. ഇത് നിങ്ങൾ ഒപ്പിട്ടതല്ലേ, അല്ലെ ഇത് എഗ്രിമെന്റ് അല്ല അന്നത്തെ അല്ലേ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും പ്രൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് കോടതിയിൽ അയച്ചു എന്ന് വെച്ചാൽ അത് എവിഡൻസ് കൊടുത്തായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ട. ആ ഡിഫറൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. കോടതിയിൽ മുന്നിലുള്ള എല്ലാ പേപ്പറുകളും എവിഡൻസ് ആണെന്ന് പറയാനില്ല. അത് എവിഡൻസ് ആക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അത് വാട്ട് ആർ ദി എവിഡൻസസ് ആൻഡ് വാട്ട് ആർ ദി നോട്ട് എവിഡൻസസ്. അഡ്മിറ്റ് ചെയ്യാത്തതോ പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും എവിഡൻസ് ആയിട്ട് കോടതി സ്വീകരിക്കില്ല കേട്ടോ.
അപ്പൊ അതാണെങ്കിൽ അടുത്ത സീക്രസി ആണ്. അത് നിങ്ങളെടുത്ത് പറയണം. സീക്രസി, കോൺഫിഡൻഷ്യാലിറ്റിയും സീക്രസിയും മീനിങ് ഏകദേശം ആണെങ്കിലും അതിന്റെ പ്രോസസ്സിൽ ഡിഫറൻസ് ഉണ്ട്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ മെയിൻലി അത് മീഡിയേറ്റർ ആണ് കീപ്പ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. കാരണം ആ പ്രോസസ്സിൽ അവിടെ ഉണ്ടായ ഇവന്റ്സ് ഒന്നും പുറത്തു പോവാതെ സൂക്ഷിക്കുന്നു. കാരണം മീഡിയേറ്ററോടാണ് എല്ലാവരും രണ്ടു കൂട്ടരും പറയുന്നത്, കോക്കസിലായാലും മറ്റു വിധത്തിലായാലും ജോയിന്റ് സ്റ്റേറ്റ്മെന്റിലായാലും. അത് മീഡിയേറ്റർ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെറ്റിൽമെന്റ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ ഒരിക്കലും സീക്രട്ട് തന്നെ കൊടുക്കുന്ന അവരുടെ വയലേഷൻ ഇല്ല. മറ്റേത് അവര് അനുമതി വേണ്ടാണ് അവിടെ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ട്. കേട്ടോ? സീക്രസി മെയിൻ ആയിട്ട് പാർട്ടീസിനെ സംബന്ധിച്ചുള്ളതാണ്. പാർട്ടീസ് കോക്കസിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ അന്യോന്യം പാർട്ടി പുറത്ത് പറയാതിരിക്കുക. അല്ലെങ്കിൽ മീഡിയേറ്റർ പാർട്ടീസ് കോക്കസിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രൈവറ്റ് സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക. അതാണ് സീക്രസി. എന്ത് തന്നെ പറഞ്ഞാലും ആ പറഞ്ഞത് പറഞ്ഞാലും മാത്രം കേൾക്കും. പിന്നെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അന്യോന്യം എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ. അത് മീഡിയേഷൻ സെറ്റിൽമെന്റിന്റെ ഭാഗമായി ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ മീഡിയേറ്റർ ചോദിക്കും, ഞാനിത് മറ്റേ സൈഡിനോട് അറിയിച്ചോട്ടെ എന്ന് പറയും. ഇൻ കേസ് അവർ ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ സീക്രസി കീപ്പ് ചെയ്ത് അവിടെ വെക്കണം. പക്ഷേ മീഡിയേറ്റർ ക്യാൻ യൂസ് ഇറ്റ് ഇൻഡയറക്ട്ലി ഫോർ ദി പർപ്പസ് ഓഫ് സെറ്റിൽമെന്റ് അഗ്രിമെന്റ്. മനസ്സിലായോ? അപ്പോൾ മീഡിയേറ്റർ അത് ഉപയോഗിക്കണം. അതാണ് മീഡിയേറ്റർ സ്കില്ല്. ഇൻഡയറക്ട്ലി ആയിരിക്കും അത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനൊരു കാര്യം അവർ പറഞ്ഞതായിട്ട് മറ്റൊരു അറിയാതെ തന്നെ അറ്റ് ദി സെയിം ടൈം ആ ഇൻഫോർമേഷൻ ഇൻഡയറക്ട്ലി മീഡിയേറ്ററിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. മനസ്സിലായോ? അതാണ്. അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ആരെങ്കിലും ഇത് പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയേറ്റർ ചെയ്യുന്ന റോഡ് വന്നെങ്കിൽ മാത്രമേ എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞത് അവിടെ പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. കേട്ടോ? ഓക്കെ. അപ്പൊ അത് ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഇതേ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു ഇംപ്രസീവ് ആവുള്ളൂ, റാപ്പോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പാർട്ടിയായിട്ട് റാപ്പോർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് കൂടിയാണ്. പറഞ്ഞല്ലോ, സെറ്റ് ദി ടോൺ ഫോർ ദി പ്രോഗ്രസ് ഓഫ് സെഷൻ എന്നാ പറഞ്ഞത്. ഇതില്ലെങ്കിൽ പലരും അങ്ങനെ ഇരുന്ന് പലതും ഓപ്പൺ ആവില്ല, പലതും മറച്ചു വയ്ക്കും. ഓപ്പൺ ആയെങ്കിൽ മാത്രമാണ് മീഡിയേറ്റർക്ക് റെസൊല്യൂഷനിലോട്ട് പാർട്ടി എത്തിക്കാൻ പറ്റുള്ളൂ, അവർ സഹായിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെസൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും ഗ്രൗണ്ട് റൂൾസിനെ കുറിച്ചും കൂടി പറയണം. ഞാൻ അടുത്ത ഗ്രൗണ്ട് റൂളും കൂടി എഴുതും. അപ്പൊ ഇത്രയും പ്രോസസ്സ് വരണം എങ്കിൽ മാത്രമേ ഒരു മീഡിയേഷൻ ഓപ്പറേഷൻ സ്ട്രോങ് ആവുള്ളൂ. ഗ്രൗണ്ട് റൂൾസ് ഇതൊക്കെ കഴിഞ്ഞ് ഇനി നിങ്ങൾ രണ്ടു കൂട്ടർ സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അന്യോന്യം റെസ്പെക്റ്റ് ഉണ്ടാവണം. ഇത് റെസൊല്യൂഷന്റെ ഭാഗമാണ്. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് നമ്മുടെ ഫീലിങ്സ് വെൻറ്റ് ചെയ്താലും അത് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയാം. കാരണം വെൻറ്റിങ് ഓഫ് ഫീലിങ്സ് ഈസ് ആൾസോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫാക്റ്റ് ആണ്. കാരണം ജോയിന്റ് സെഷനിൽ ഉണ്ടാവുന്നത് ഇൻഫോർമേഷൻ സ്റ്റേജിൽ നിന്ന് ഗ്യാതറിംഗ് സ്റ്റേജിൽ നിന്നാണ് പറഞ്ഞത് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? അപ്പോൾ വെൻറ്റിങ്ങും ഒരു റെസൊല്യൂഷനാണ്. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് ആശ്വാസമാവും, പിന്നെ അവർ പെട്ടെന്ന് റെസൊല്യൂഷനിലോട്ട് വരും ഉള്ളിലുള്ള കാര്യങ്ങൾ. മനസ്സിലായി? അപ്പോൾ കുറച്ച് വെൻറ്റ് ചെയ്യാനായിട്ട് ഫീലിങ്സ് വെൻറ്റ് ചെയ്യാൻ മീഡിയേറ്റർ അനുവദിക്കും. 100% കൺട്രോൾ ചെയ്യാനില്ല, ഒരു ലിമിറ്റ് വിട്ട് കഴിയുമ്പോൾ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. ബിക്കോസ് മീഡിയേറ്റർ ഹാസ് ടു മാനേജ് ദി ഫ്ലോർ. അല്ലെങ്കിൽ മീഡിയേറ്റർ അവിടെ തല്ലോട്ടായിരിക്കും. കാരണം പാർട്ടീസ് അഡ്വൈസറീസ് ആണ് മുന്നിലിരിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ വെൻറ്റ് ചെയ്ത് അങ്ങനെ മാനേജ് ചെയ്ത് പോകണം മീഡിയേറ്റർ. കുറച്ച് വെൻറ്റ് ചെയ്യുക, പക്ഷെ കൺട്രോൾ ചെയ്യേണ്ട അടുത്ത് കൺട്രോൾ ചെയ്യില്ല, അധികം ആവാൻ പാടില്ലാത്തത്. കേട്ടോ? അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഉണ്ട്. സീക്രസി കഴിഞ്ഞു. പിന്നെ ഗ്രൗണ്ട് റൂളിലോട്ട് കടന്നു. ഗ്രൗണ്ട് റൂളിൽ പറയണം അങ്ങനെയാണ് അന്യോൺ റെസ്പെക്ട്. പിന്നെ അവഹേളിക്കുന്ന മാതിരിയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എങ്ങനെ സംബോധന ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറയുക. മീഡിയേറ്റർ പാർട്ടീസിനെ എങ്ങനെ സംബോധന ചെയ്യാം. പിന്നെ അന്യോന്യം റെസ്പെക്റ്റോട് സംബോധന ചെയ്യാൻ പറയുക. റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ അവഹേളിക്കരുതെന്നെങ്കിലും പറയാം. ചിലപ്പോൾ റെസ്പെക്റ്റ് ഒന്നും അവർ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല, പക്ഷെ അവഹേളിക്കരുത്. പിന്നെ
സംസ്കാരമില്ലാത്ത വാക്കുകൾ ആവുന്ന ഉപയോഗിക്കാതിരിക്കാൻ പറയാ, അൺപാർലമെന്ററി, മനസ്സിലായ? വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ പറയാ. ആ രീതിയിലായിരിക്കും ഗ്രൗണ്ട് റൂൾസ് പറയേണ്ടത്. പിന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപെട്ട് ഇന്ററപ്ഷൻ പാടില്ല. അതായത് തടസ്സം നിൽക്കരുത്. നിങ്ങളുടെ പറയാനുള്ള അവസരത്തിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക. അതിൻ്റെ റീസൺസ് പറയുക, കണ്ടിന്യൂറ്റി പോവും, കേൾക്കുന്നവർക്ക് പറയുന്ന ആൾക്ക് എല്ലാവർക്കും പോവും. അതാണ് റീസൺ എന്ന് പറയാം. അപ്പം അത്രയാണ് ഗ്രൗണ്ട് റൂൾസ് പറയാനുള്ളത്. പിന്നെ ഗ്രൗണ്ട് റൂൾസിൽ കോക്കസിനെ കുറിച്ചും പറയാം. നിങ്ങൾക്ക് ഒരുമിച്ച് ഓപ്പോസിറ്റ് ആളുടെ പ്രസൻസിൽ പറയാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മീഡിയേറ്റർ മാത്രം കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് രണ്ടോട്ടക്ക് സംസാരിക്കുന്നതാണ്. അത് സീക്രസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അന്യോന്യം പാസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഞാൻ പാസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ആ കാര്യവും കോടതിയോ മറ്റോ വിളിച്ചാൽ പോലും ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല എന്നും കൂടി അവിടെയും കൂടി പറയണം. അവിടെയും കോൺഫിഡൻഷ്യാലിറ്റി ഒന്ന് എടുത്ത് പറയണം സീക്രസിയിലും, കേട്ടോ. ഇത്ര രീതിയിൽ അതേ രീതിയിൽ ഇങ്ങനെ 1, 2, 3 ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും വിട്ടുപോകില്ല. അപ്പൊ അത് വന്ന് ഗ്രൗണ്ട് റൂൾസ്. പിന്നെ ആ ഗ്രൗണ്ട് റൂൾസിൽ പറയാ, അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ള കാര്യം അത് ഒന്ന് നമ്മൾ വേണമെങ്കിൽ നമുക്കത് ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ എന്നിട്ട് തീരുമാനത്തിലോട്ട് എത്താം. ആ രീതിയിൽ പറയാം. തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരു സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആക്കും. അത് കോർട്ട് അനക്സ്ഡ് ആണെങ്കിൽ പറയാം, കോടതിയിൽ വിട്ട് അത് അങ്ങനെ നിങ്ങൾക്ക് വിധിയാക്കി തരുന്നതാണെന്ന് പറയാം. കോർട്ട് അനക്സ്ഡ് അല്ലെങ്കിൽ അത് നിങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് ഒരു എഗ്രിമെന്റ് സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. എക്സിക്യൂഷൻ വേണമെങ്കിൽ അത് ഒരു അവാർഡോ മറ്റോ ആക്കി കൺവേർട്ട് ചെയ്യണം. അതിനൊന്നില്ലെങ്കിൽ നമ്മൾ ഒരു കൺസിലിയേഷൻ പ്രോസസ്സിലോട്ട് പോകണം. അതല്ലെങ്കിൽ ഒരു ആർബിട്രേഷൻ പ്രോസസ്സിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്ത് മീഡിയേറ്ററെ തന്നെ വേണമെങ്കിൽ ആർബിട്രേറ്ററോ കൺസിലേറ്ററോ ആക്കി വെച്ച് ആ തീരുമാനത്തെ ഒരു അവാർഡാക്കി വയ്ക്കാം. അതല്ലെങ്കിൽ കോടതികൾ നടത്തുന്ന ലോക് അദാലത്തുകളിൽ വെച്ചും പെർമനന്റ് ലോക് അദാലത്തിൽ വെച്ചും തീരുമാനമാക്കാവുന്നതാണ്, അവാർഡാക്കാവുന്നതാണ്. അവാർഡായി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണെന്ന് പറയാം. ആ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് അവരോട് പറയണം, കേട്ടോ. അപ്പോൾ അത് ഏതാ വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. രണ്ടും പറയണമെന്നില്ല. മുന്നിൽ കോർട്ട് അനക്സ്ഡ് ആണെങ്കിൽ അത് പറയാം, ഇവിടെ തീരുമാനം കോടതി വിധിയാക്കി തരുന്നതാണ്. നിങ്ങളുടെ എന്ത് തീരുമാനം ഇതിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു കേസുകൾ ഏതെല്ലാം കേസുകൾ നിങ്ങൾ എന്തെല്ലാം തീരുമാനം എടുത്താലും അത് മുഴുവനെടുക്കാവുന്നതാണ്. ഈ കേസിനോടനുബന്ധിച്ച് മാത്രമല്ല, നിങ്ങൾ തമ്മിലുള്ള മറ്റു ഡിസ്പ്യൂട്ടുകൾ തീരുമാനങ്ങളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള കേസ്, കോടതിയിലുള്ള കേസുകളോ അല്ലാത്ത കാര്യങ്ങളോ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ എന്തും നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ സെറ്റിൽമെന്റിലൂടെ പരിഹരിക്കാവുന്നതാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോർട്ട് അനക്സ്ഡ് ഈ കോടതിയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏത് കോടതി നിൽക്കുന്ന കേസുകളും എന്ത് ഡിസ്പ്യൂട്ട് ആയാലും എല്ലാതും ഒരൊറ്റ സെറ്റിൽമെന്റിൽ പരിഹരിക്കാവുന്നതാണ്. ഇവിടുത്തെ പരിഹാരത്തിന്റെ ബേസിൽ മറ്റു കേസുകളൊക്കെ ആ കോടതികൾ തീർപ്പാക്കുന്നതുമാണെന്ന് പറഞ്ഞാൽ അതിനുള്ള നിയമം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായ? അപ്പൊ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് അത് പറഞ്ഞു. സെറ്റിൽമെന്റ് അത് ഇത്രയും പറഞ്ഞു. അങ്ങനെയാണ് അത് പിന്നെ ഡിഗ്രി ആവുന്നു. ഇത്രയാണ് പ്രോസസ്സ് എന്നുള്ളത് പറഞ്ഞു തുടങ്ങിയിട്ട് നിങ്ങളിൽ ഇനി ആരാണ് ആദ്യം തുടങ്ങുന്നതെന്ന് ചോദിക്കണം. അവരോട് വെച്ച് അവരാണ് പറയേണ്ടത്. ഇൻ കേസ് അവർ രണ്ടുപേരും ഒന്നില്ലെങ്കിൽ ചിലർ പറയും നീ പറയുന്നിരിക്കും, ചിലർ പറയാം അല്ലെങ്കിൽ ഞാൻ പറയാന്ന് പറയും. ഈ രണ്ട് വിധത്തിലും ഡിസ്പ്യൂട്ട് വരാം. അപ്പം മീഡിയേറ്റർ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പറയാം, ഇവിടെ ഇപ്പോൾ കേസ് ആരാ കൊടുത്തതെന്ന് വെച്ചാൽ അവരെ പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോടതിയിൽ മുനിസിപ്പൽ കോടതി മജിസ്ട്രേറ്റ് കോടതിയിൽ ആരാ കൊടുത്തതെന്ന് വെച്ചാൽ അവർ പറയാം. ആ രീതിയിൽ ഒരാളെ ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് മീഡിയേറ്റർ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം, കേട്ടോ. അതാണ് ഡിസ്പ്യൂട്ട് ഇൻ ഓപ്പണിംഗ് ഓഫ് ദി പാർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ ഹൂ ഹാസ് ടു സ്റ്റാർട്ട് എന്നുള്ളത്. ഡിസ്പ്യൂട്ട് വന്ന അല്ലെങ്കിൽ പാർട്ടീസ് അന്യോന്യം മുന്നോട്ട് വരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമുല വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്ന് പറയാം. അല്ലാണ്ട് വെറുതെ അപ്പോൾ ഒന്നൊരു കാര്യം ചെയ്യും, എന്നാൽ നിങ്ങൾ തുടങ്ങുന്നത് യാതൊരു ക്രൈറ്റീരിയ ഇല്ലാതെ മീഡിയേറ്റർ പറയരുത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ താഴെ കോടതിയിൽ പോയ ആൾ പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കോടതിയിൽ ഇവിടെ അപ്പീൽ വന്ന ആരാണ്, അല്ലെങ്കിൽ ഇവിടെ പെറ്റീഷൻ കൊടുത്ത ആരാണ്, എന്നാൽ അവർ തുടങ്ങട്ടെ അല്ലേ എന്ന് അവരോട് അപ്പോഴും സമ്മതമായിട്ട് നമ്മൾ തീരുമാനിക്കാറില്ല. അപ്പം എന്നാൽ ഇത് തുടങ്ങിക്കോട്ടെ അല്ലേ, അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആന്ന് തന്നെ പറയും. അല്ലെങ്കിൽ ആ സാഹചര്യം വീണ്ടും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം കൈകാര്യം ചെയ്ത് ആര് തുടങ്ങുക എന്നുള്ളത്. കാരണം മീഡിയേറ്റർ ആരുടെയെങ്കിലും ഒരു ഭാഗത്താണെന്ന് തോന്നിക്കും, അല്ലെങ്കിൽ ഇന്നയാൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ന്യൂട്രാലിറ്റി ഭംഗിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് മുഴുവനും ആ മേഖലയോട്ട് മീഡിയേറ്റർ കടക്കാൻ പാടില്ല. അതാണ് സംഗതി. അപ്പൊ ഗ്രൗണ്ട് റൂളിൽ അത്രയാണ് വരുന്നത്.
പിന്നെ അത് നിങ്ങൾ നിങ്ങളുടെ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് നിങ്ങളുടെ ലോയേഴ്സിനോ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റാരെയും കാണിക്കുക അതിന് കൂടി കൺസൾട്ട് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട്. വൺസ് ഒപ്പിട്ട് കഴിഞ്ഞാൽ കോർട്ട് ആൻഡ് എക്സ്പ്ലിക്കേഷൻ ആണെങ്കിൽ സാധാരണ നിങ്ങൾക്ക് പിന്നെ അതിന് പിന്മാറാൻ പറ്റില്ല. എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയും എക്സ്പ്ലനേഷനിലൂടെ വേണം മീഡിയേഷൻ പറയുന്നത്. അത് മാക്സിമം 10 മിനിറ്റേ പാടുള്ളൂ എന്നും പറയുന്നു. കാരണം വല്ലാണ്ട് വാരി വലിച്ചത് 10 മിനിറ്റിൽ ഇത് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ പറയണം. അപ്പോൾ പിന്നെ അതാണ് സംഗതി. പിന്നെ നിങ്ങൾക്ക് അത് കൂടാതെ ഒരു കുശലം ചോദിക്കാം പാർട്ടി ഹൗസിൽ ഒരു അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എപ്പോൾ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചോ, ഇവിടെ അധികം ചൂടൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ അധികം തണുപ്പില്ലല്ലോ റൂമിന്, കംഫർട്ടല്ലേ എന്ന് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പേപ്പറും പേനയൊക്കെ വേണമെങ്കിൽ തരാം. കാപ്പി വല്ലതും വേണമെങ്കിൽ വരുത്താം. ഇതൊക്കെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. മനസ്സിലായോ? റാപ്പോർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവരെ കംഫർട്ടായി ഇരുത്തെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ പാർട്ടീസ് ഓപ്പൺ ആവുള്ളൂ. അല്ലെങ്കിൽ പലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രോസസ്സിനെയും ബാധിക്കും. അവരപ്പോൾ വലിയ ഓപ്പൺ ആവുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യം ഘടകങ്ങളും മീഡിയേറ്റർ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, കംഫർട്ടാണോ, ഭക്ഷണം കഴിച്ചാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത്രയായി കഴിഞ്ഞാലാണ് നമുക്കൊരു നല്ലൊരു ഓപ്പണിംഗ് മീഡിയേറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആവുന്നത്. ഇപ്പോ ഇനി മോഹനന്റെ ഇന്നത്തെ വീഡിയോ റിവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാവും മോഹൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അടുത്ത ഐശ്വര്യ പറയാന്ന് പറഞ്ഞ സാന്ദ്ര. യെസ് സർ. ഒറ്റ സെക്കൻഡ് സർ. കാണുന്നുണ്ട് സർ. ഓക്കെ, തുടങ്ങട്ടെ സർ. അപ്പൊ ഡെഫിനിഷനിലൂടെ തുടങ്ങിക്കോ. ഡെഫിനേഷൻ ഞാൻ എഴുതി വെച്ചിട്ടില്ല സർ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ റോൾ പ്ലേന്റെ സമയത്തും ഡെഫിനേഷൻ പറഞ്ഞിട്ടില്ല. ഡെഫിനിഷൻ എന്തായാലും പറയണം. എല്ലാവരോടും കൂടി പറയുന്നു, നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ 2 ഡെഫിനിഷനും കയ്യിലുണ്ടാവണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഡെഫിനിഷൻ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിയുന്നില്ല. അല്ല സർ, സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ മതിയോ? ആ ഡെഫിനിഷന്റെ എന്താണ് മീനിങ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല, അത് പോരാ. ഡെഫിനിഷൻ ആയിട്ട് പറയണം. പോട്ടെ, അടുത്ത ക്ലാസ്സിലായിട്ട് പറയണം കേട്ടോ. അത് കമ്പൽസറി ആണ്, എല്ലാവരും പറഞ്ഞേ പറ്റും കേട്ടോ. തുടങ്ങട്ടെ സർ. സോ എൻ്റെ പേര് സാന്ദ്ര സുരേഷ്. ഞാൻ 6 വർഷമായിട്ട് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോർട്ടിൽ മീഡിയേറ്റർ ആയിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3 വർഷത്തോളം മീഡിയേഷൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 100ഓളം കേസുകൾ മീഡിയേഷൻ വഴി നമ്മൾ തീർപ്പാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് എന്താണ് മീഡിയേഷന്റെ പ്രോസസ്സ് എന്നുള്ളത് നോക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, കോർട്ട് ആൻഡ് എക്സ്റ്റൻഡ് മീഡിയേഷൻ ആണെങ്കിൽ മീഡിയേറ്റർ ആവാൻ മിനിമം 15 years പ്രാക്ടീസ് വേണം കേട്ടോ. അത് എല്ലാവരും ഉള്ളിൽ ഉണ്ടാവണം. 15 years 15. കോർട്ട് ആൻഡ് എക്സ്റ്റൻഡ് മീഡിയേറ്റർ ആവണമെങ്കിൽ മിനിമം 15 വർഷത്തെ പ്രാക്ടീസ് വേണം. ജഡ്ജി ആവാൻ, ഹൈക്കോടതി ജഡ്ജി ആവാൻ 10 വർഷത്തെ മതി. ഇനി ഡിലേ ഇല്ലാതെ നമുക്ക് മീഡിയേഷന്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. മീഡിയേഷന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രോബ്ലംസ് എന്നോട് ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ലിസ്റ്റ് ഓഫ് നിങ്ങളുടെ പ്രോബ്ലംസിലുള്ള നിങ്ങളുടെ മെയിൻ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് യെസ് സർ. ഇപ്പൊ മോഹനോട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിരുന്നു, ചെക്ക് ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കിയോ? യെസ് സർ. മോഹനോട് പറഞ്ഞപ്പോ ഓർഡർ എന്ന് പറഞ്ഞ ചെക്ക് ലിസ്റ്റിന്റെ എങ്ങനെയാണ് സർ, എന്തൊക്കെയാ പറയണ്ടെന്നുള്ളതാണോ? അതിന്റെ ചെക്ക് ലിസ്റ്റുകൾ ഞാനിപ്പോ പറഞ്ഞു കൊടുത്തു മോഹന്. ഫസ്റ്റ് ഏത് എങ്ങനെയാന്നുള്ളത് തയ്യാറാക്കിയോ? അത് ഇതില് ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ്, പിന്നെ മീഡിയേഷന്റെ പ്രോസസ്സസ് പറയാ, പിന്നെ നമ്മള് പാർട്ടീസ് നമ്മളെ പ്രോസസ്സ് എങ്ങനെയാന്നുള്ളത് ഒന്നും കൂടെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ പാർട്ടീസ് ഫോളോ ചെയ്യേണ്ട ഗ്രൗണ്ട് റൂൾസ് പറയാ. അത്രയും കാര്യങ്ങളാണ് ഇൻ ജനറൽ നമ്മൾ പറയേണ്ടത്. ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, then role of the mediator, then role of the parties, ground rules. ഇതാണ് പറഞ്ഞു, മനസ്സിലായോ? ഓക്കേ സർ.
അപ്പൊ നിങ്ങൾ ചെക്ക് ലിസ്റ്റ് ആ രീതിയിൽ പോയില്ലെങ്കിൽ ഇംപ്രസ്ഡ് ആവില്ല. പ്രോഗ്രസ് ഓഫ് ദി മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സർ, അപ്പൊ പ്രോസസ് ഓഫ് മീഡിയേഷൻ പറയുമ്പോൾ തന്നെ നമ്മൾ മീഡിയേറ്റർ റോൾ അതിൽ വ്യക്തമാക്കില്ലേ? അതായത് ഈ പറയുന്ന മീഡിയേഷൻ പ്രോസസ്സ് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നിങ്ങൾ പറയുന്നത് നിങ്ങളായിട്ട് എടുക്കുന്ന ഇൻവോളണ്ടറി ഡിസിഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വരും. അത് അങ്ങനെ വരുള്ളൂ, അങ്ങനെയാണ് വരാൻ പാടുള്ളൂ. മനസ്സിലായ? അപ്പൊ ഇതിൽ ഞാനാണ് ഇന്ന സംഗതി ഇന്നാണ്, എന്റെ റോൾ ഇത്രയാണ്, നിങ്ങളുടെ റോൾ ഇത്രയാന്നുള്ള ആ രീതിയിൽ പോകണമെന്ന്. മനസ്സിലായോ? അപ്പോഴത് സിസ്റ്റമാറ്റിക് ഉള്ള അപ്പോഴാണ് ഫങ്ഷണൽ ആസ്പെക്റ്റിലോട്ടുള്ള ഡെഫിനിഷന്റെ വരുന്നുള്ളൂ. മീഡിയേഷൻ ഈസ് എ സ്ട്രക്ചേർഡ് ഫോർമൽ സ്ട്രക്ചേർഡ് നെഗോഷിയേഷൻ പ്രോസസ് ഫോളോയിങ് എ സെറ്റ് ഓഫ് കീ പ്രിൻസിപ്പിൾസ് ഫെസിലിറ്റേറ്റഡ് ബൈ എ ന്യൂട്രൽ തേർഡ് പാർട്ടി ടു അസിസ്റ്റ് പാർട്ടീസ് ഇൻ ഡിസ്പ്യൂട്ട്. മനസ്സിലായ? ഫങ്ഷനിലുള്ള കാര്യം നമ്മൾ ഫോളോ ചെയ്തേ പറ്റും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രശ്നങ്ങൾ പറയുമ്പം തന്നെ നമ്മൾ നിങ്ങളുടെ പ്രശ്നങ്ങളിലുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ അജണ്ടാസ് ആയിട്ടാണ്. മീഡിയേറ്റർ റോൾ പറയൂ. ഹു ആർ യു, വാട്ട് ഈസ് യുവർ റോൾ, വാട്ട് വിൽ ബി യുവർ പറഞ്ഞതിന് ശേഷം ഇത് പറയാം അല്ലേ? അതാണ് ഫസ്റ്റ് മീഡിയേറ്റർ റോള്. മീഡിയേറ്റർ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാൻ പാടുള്ളൂ. നിങ്ങൾ എന്താണ്, നിങ്ങളിവിടെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യാതിരിക്കും, ഇതിൽ എന്തൊക്കെ താല്പര്യമുണ്ട്, താല്പര്യമില്ലായ്മ. അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ആകാൻ പറഞ്ഞത്. ഞാൻ മോഹനോട് പറഞ്ഞപ്പോ അതുകൊണ്ടാണ് എഴുതിയെടുക്കാൻ പറഞ്ഞത്. ഇനി മോഹനോട് അതാണ്. അപ്പൊ മോഹന്റെ ഇപ്പൊ മോഹനെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ നോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറയാം കേട്ടോ. പിന്നെ ഈ ക്ലാസ് മീഡിയേറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ സെൻട്രോ? ഞാൻ ചെയ്തിട്ടുണ്ട് സർ. അതൊന്ന് ഇനി റിവ്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ റിവ്യൂ ചെയ്തോ തിയറി ക്ലാസ് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് മോഹൻ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഹനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക അതൊക്കെയാണെന്നുള്ളത്. എഴുതിയെടുത്തിട്ടുണ്ടെന്ന് മോഹൻ തോന്നുന്നു. കാരണം നിങ്ങളും എഴുതിയെടുക്കേണ്ടതായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, മോഹനും മാത്രമല്ല എഴുതിയെടുക്കേണ്ടത്, നിങ്ങളും എല്ലാവരും നോട്ട് ശരി. അപ്പം നമുക്ക് എന്റെ റോൾ എന്താന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വ്യക്തമാക്കാം. അപ്പം ഞാൻ എന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. അപ്പം ഇതില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഒരു രീതിയിലുള്ള ഫോഴ്സോ കാര്യങ്ങളോ എന്റെ സൈഡിൽ നിന്ന് നിങ്ങളുടെ മേലെ ഉണ്ടാവില്ല. അതായത് നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഇതിന് ഫൈനലായിട്ട് എടുക്കുന്ന തീരുമാനം എന്തായാലും അത് എന്നെ പേഴ്സണലി ബാധിക്കുന്ന കാര്യമല്ല. അതായത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണോ നെഗറ്റീവായിട്ടുള്ള തീരുമാനമാണോ എന്നുള്ളത് എന്നെ അത് ബേസിക്കലി എഫക്ട് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലൂടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനമായിരിക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ എൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് പറയുന്നോ അത് ഇവിടെ സീക്രട്ട് ആയിരിക്കും. ഈ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ത്രൂ ഔട്ട് ഞാൻ എന്തായാലും ശ്രമിക്കും. കാരണം ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും ഒതുങ്ങുക, ഇതിന്റെ പുറമേക്ക് ഇത് പോവില്ല. അപ്പൊ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സീക്രസി ഇല്ല എന്നുള്ളൊരു പോയിന്റിലേക്കൊന്നും തോന്നാനുള്ള യാതൊരുവിധ ചാൻസസും ഞാനായിട്ട് വരുത്തില്ല. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രിവിലേജിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിവിടെ നടക്കുന്ന ഡിസ്കഷൻസിനെ റിലേറ്റ് ചെയ്ത് കോടതിയിൽ നിന്ന് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്നെ കോടതിയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എവിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവിടെ എവിഡൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ വന്നിട്ട് യാതൊരുവിധ തെളിവോ ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കില്ല. അതാണ് മീഡിയേറ്റർ, അതായത് എൻ്റെ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു പ്രിവിലേജ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഒരു തെളിവും ഞാൻ കോടതിയിൽ വന്ന് കൊടുക്കുന്നതായിരിക്കില്ല. പിന്നെ ഞാൻ ത്രൂ ഔട്ട് ഞാൻ പാർഷ്യൽ ആയിരിക്കില്ല, അതേപോലെ ബയസ്ഡും ആയിരിക്കില്ല. നിങ്ങൾക്ക് ഒരു പക്ഷം ചേർന്ന് ഞാൻ സംസാരിക്കുകയില്ല. ഒരു പക്ഷത്തിനുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പക്ഷത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങളും ഞാൻ എടുക്കാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഞാൻ ബയസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപാർഷ്യൽ ആയിട്ടോ നിങ്ങളോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതൊരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് തോന്നുന്നൊരു പോയിന്റിൽ നിങ്ങൾക്ക് എന്നെ മാറ്റാം. വേറൊരു മീഡിയേറ്റർ ആയിരിക്കും പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി പറയാനുള്ളത്. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം സംസാരിക്കുന്ന സമയത്ത് തന്നെ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു പോയിന്റ് വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പോഴും
ഒരു പാർട്ടി ഇപ്പം എന്നോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ അടുത്ത പാർട്ടിയോട് ഞാൻ ഷെയർ ചെയ്യില്ല. അതായത് ജോയിന്റ് സെഷനിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കൺസെന്റ് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടിയോട് ഷെയർ ചെയ്യുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആസ് എ മീഡിയേറ്റർ എൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് എങ്ങനെ ഇപ്പം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് മീഡിയേഷൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പം മീഡിയേഷൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അപ്പം നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഷെയർ ചെയ്യുക. ഒരു നിബന്ധനകളും ഇല്ലാണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യുക. കാരണം നമുക്കൊരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒബ്വിയസ് ആയിട്ടും ഈ ഒരു മെത്തേഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ആ ഒരു ഓപ്പൺ മൈൻഡ് മെന്റാലിറ്റി എപ്പോഴും ത്രൂ ഔട്ട് കാണിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലംസിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായ പ്രകാരം തന്നെ അതിൽ ഓരോന്നിനും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ പ്യോർലി നെഗോഷിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതിലൂടെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതാണ് ബേസിക്കലി സിമ്പിളായിട്ട് മീഡിയേഷൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന പ്രോബ്ലംസിനെ അജണ്ടയാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നും പ്രയോറിറ്റി കൊടുത്ത് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മീഡിയേഷൻ്റെ പ്രോസസ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒബ്വിയസ് ആയിട്ടും വരാൻ പോകുന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മീഡിയേഷൻ്റെ എൻഡിൽ ഉണ്ടാവുന്ന ഒരു എഗ്രിമെന്റ് നമുക്ക് എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരിക്കും. അപ്പം അതിൽ ഒന്നെങ്കിൽ ഇപ്പം പ്രൈവറ്റ് മീഡിയേഷൻ ഉള്ള രീതിയിലാണെങ്കിൽ അത് എന്നെ ഒരു കൺസിലേറ്ററായിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കൺസിലേറ്ററി അവാർഡായിട്ട് അദാലത്തിൽ പാസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കോർട്ടനെക്സ് മീഡിയേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കോടതി വിധിയായിട്ടാണ് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മീഡിയേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് പറയാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടീസ്, അതായത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ത്രൂ ഔട്ട് ഈ മീഡിയേഷൻ ഇപ്പം തുടങ്ങി കഴിയുന്നത് വരെ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആണ്. അതിനെ നമ്മൾ ഗ്രൗണ്ട് റൂൾസ് എന്നാണ് വിളിക്കുക. അപ്പോൾ അത് പാലിച്ചിട്ടില്ലെങ്കിൽ ഈ മീഡിയേഷൻ സ്മൂത്തായിട്ട് നടക്കില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം നമുക്ക് ഈ പറയുന്ന ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് മാക്സിമം ഈ പറയുന്ന റൂൾസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 പേർക്കും ഈക്വലി സ്പേസ് കിട്ടുന്നതായിരിക്കും സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാൾ പറയുന്ന സമയത്ത് മറ്റൊരാൾ കയറി പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ക്ലാരിറ്റി കുറയും. അപ്പം നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം അതാണ് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യം. രണ്ടാമത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് മറ്റ് പാർട്ടിയോട് സംസാരിക്കാതിരിക്കുക. അതായത് മാക്സിമം റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുക. നിങ്ങളിപ്പോൾ പേഴ്സണൽ ഡിസ്പ്യൂട്ട് ആയിരിക്കും ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക. പക്ഷേ എന്നാൽ കൂടെ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ചാൻസസ് കിട്ടുന്ന സമയത്ത് സംസാരിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചാൻസ് കിട്ടും. ആ സമയത്ത് എന്തായാലും സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പൺ മൈൻഡഡ് ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. പിന്നെ ഉള്ള സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം ഒരു പാർട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഒരിക്കലും അതിനുള്ള ഒരു ആൻസർ ആയിട്ട് പറയരുത് അടുത്ത പ്രശ്നം. അതായത് നിങ്ങളുടെ ഇഷ്യൂസ് ഇൻ പേഴ്സൺ പറയുക. അതായത് ഓരോരുത്തരായിട്ട് പറയുക. അല്ലാതെ ഒരാൾ പറഞ്ഞതിന്റെ ആൻസർ ആയിട്ടായിരിക്കില്ല ആവരുത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. അതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരിക്കലും റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ഒരിക്കലും അൺപാർലമെന്ററി ആയിട്ടുള്ള ലാംഗ്വേജസ് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ മീഡിയേഷൻ വെച്ച് ഈ പ്രോസസ്സ് വർക്ക് ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. ഈ മീഡിയേഷൻ വഴി ഇത് ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ആവും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ പോയിന്റിൽ വെച്ച് ഇത് നിർത്താവുന്നതേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം. ഫ്രീ ആണ് നിങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ട്.
പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു സെറ്റിൽമെന്റ് അഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ ഏറ്റവും അവസാനം മീഡിയേഷന്റെ പ്രോസസ്സിന്റെ ഏറ്റവും അവസാനമാണ് സെറ്റിൽമെന്റ് അഗ്രിമെന്റ് സൈൻ ചെയ്യുക. ആ സെറ്റിൽമെന്റ് അഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങൾ രണ്ട് പാർട്ടിക്ക് അത് ബൈൻഡിങ് ആയിരിക്കും. ആ സെറ്റിൽമെന്റ് അഗ്രിമെന്റിൽ എന്ത് ഡിസിഷനാണോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണോ ഒപ്പുവെച്ചിട്ടുള്ളത്, അത് നിങ്ങൾ രണ്ട് പാർട്ടിക്കും ബൈൻഡിങ് ആയിരിക്കും. നിങ്ങൾക്ക് അതൊന്ന് പിന്മാറാൻ പറ്റില്ല. പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രൗണ്ട് റൂൾസ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഇത് മാക്സിമം ത്രൂ ഔട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരു ഡിലേ ഇതിൽ വരുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ റൂൾസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പം നമുക്ക് ഡയറക്ട്ലി മീഡിയേഷനിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്യൂട്ട് റിസോൾവിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇതിൽ ഏത് പാർട്ടീസാണ് ഫസ്റ്റ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തുടങ്ങാം. ഓക്കെ സർ. ഓക്കെ. മറ്റേ ഭാഗം ഒന്ന് ഈ അവാർഡ് എഗ്രിമെന്റ് എങ്ങനെ കൺസിലേറ്റർ അവാർഡാക്കാന്നുള്ള ഭാഗം 3 വിധത്തിലാണ്. ഒന്ന് കൺസിലേറ്റർ ആക്കാം, ആർബിട്രേറ്റർ ആക്കാം, ലോക് അദാലത്ത് കേട്ടാ. ആ രീതിയിൽ ഓർമ്മ വേണം നിങ്ങൾക്ക്. ഒന്നില്ലെങ്കിൽ 2 റിക്വസ്റ്റ് കൂടി ഞാൻ തന്നെ കൺസിലേറ്റർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആർബിട്രേഷന്റെ ഒരു ക്ലോസ് വെച്ച് അത് വേറെ പ്രോസസ് വേണ്ടി വരും. ആർബിട്രേഷൻ എഗ്രിമെന്റ് ആക്കാം. അത് വേണ്ട കൺസിലേറ്റർ പിന്നെ മറ്റേ ആർബിട്രേഷന്റെ പറയേണ്ട ആവശ്യമില്ല. കൺസിലേറ്റർ ആക്ട് പ്രകാരം കൺസിലേറ്റർ ആയാൽ മതി. അങ്ങനെ അവാർഡാക്കാം. അതല്ലെങ്കിൽ ലോക് അദാലത്ത് എന്നുള്ള ആ 2 പറഞ്ഞാൽ മതി. ആർബിട്രേഷൻ പറയണമെന്നില്ല. കാരണം ആർബിട്രേഷൻ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വലന്റ് ടു കൺസിലേഷൻ അവാർഡിന് തുല്യമാണ് ആർബിട്രേഷൻ അവാർഡും. രണ്ട് പ്രോസസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. 2 അവാർഡ് മറ്റേ. ഇപ്പൊ ഇത് 2 പറഞ്ഞാലും മതി. കൺസിലേറ്റർ ആൻഡ് ലോക് അദാലത്ത് ആ രീതി പറഞ്ഞാൽ മതി. ഓക്കെ. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഓൾമോസ്റ്റ് ഗുഡ് ആയിരുന്നു. അത് ഇനി വർക്കൗട്ട് ചെയ്ത് ആ തിയറി വെച്ചുകൊണ്ട് തന്നെ പോകണം കേട്ടോ. ചെക്ക് ലിസ്റ്റ് ഇപ്പൊ പലരുണ്ട്. ഇപ്പൊ ആരാ ഐശ്വര്യ ആരോ ഒന്ന് ഇപ്പൊ ജസ്റ്റ് ഷെയർ ചെയ്തിരുന്നു, ഇട്ടിരുന്നു. അപ്പൊ നിങ്ങൾ അന്യോന്യം ഷെയർ ചെയ്യാം, എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്തോ. ഓക്കെ സർ. ഓക്കെ. താങ്ക് യു സർ. ഇനി ആര്? ഐശ്വര്യാണോ അടുത്ത്? കാവ്യ. കാവ്യാരപ്പൊ കുറെ കൂടി നല്ല ഇമ്പ്രൂവ് ഉണ്ടായിരിക്കും. കാരണം ഇപ്പൊ 2 ആളുടെ കുറെ ഡിഫക്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാവ്യ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കാവ്യ പൂത്തോട്ടമാണോ? എവിടെയാണ് സ്ഥലം? എവിടെ? പൂത്തോട്ടയാണോ കോഴിക്കോടാണോ? ഏത് 3 ഇയറോ 5 ഇയറോ? പക്ഷെ കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടല്ലോ, മുറിഞ്ഞു പോകുന്നുണ്ടല്ലോ. ഉള്ളിലാണോ ഇരിക്കുന്നു വീടിന്റെ? റേഞ്ചുള്ള ഭാഗത്തേക്ക് ഒന്ന് മാറിയിരിക്കാൻ പറ്റുമോ? മുറിഞ്ഞാ പോകുന്നത്, ഞങ്ങൾ ബുദ്ധിമുട്ടും. വേറെ വീട്ടില് നല്ല റേഞ്ചുള്ള ആൾക്കാരെ മൊബൈൽ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കയറും, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ വെള്ളം കുടിക്കും. നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ആവുന്നുണ്ട്. ശരി, ഓക്കെ. പറഞ്ഞോ. ഡെഫിനിഷൻ വായിക്കണോ? വായിക്കും. Process definition. Mediation is a process for resolving controversies in which a neutral intervener assists 2 or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. Sir, clear ആണോ? Voice clear ആണോ? Clear ആണ്. Go ahead. Functional aspect definition. Mediation is a structured, formal negotiation process
following a set of key principles facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. ഓക്കെ. എൻ്റെ പേര് കാവ്യ. ഞാൻ 20 വർഷമായിട്ട് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 5 വർഷമായിട്ട് മീഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 80 കേസുകളോളം നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് LLM ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ ആണ്. നിങ്ങൾക്ക് മീഡിയേഷന്റെ ഞാൻ ആദ്യം തന്നെ മീഡിയേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ അറിവുണ്ടായിരിക്കില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മീഡിയേഷന്റെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതൊരു വോളണ്ടറി പ്രോസസ് ആണ്. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. എനിക്ക് ഇതിൽ യാതൊരു ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു സെറ്റിൽമെന്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ദെൻ നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് മുൻപരിചയമോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിൽ എനിക്കൊരു പ്രത്യേക മമതയോ താല്പര്യമോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂട്രൽ ആയിരിക്കും. ദെൻ മീഡിയേഷന്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഇവിടെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് നിങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾ ഏതാണ് ആദ്യം എടുക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും താല്പര്യമുള്ള നിങ്ങളുടെ നീഡ് ഞാൻ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു സെറ്റിൽമെന്റ് അഗ്രിമെന്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ സെറ്റിൽമെന്റ് അഗ്രിമെന്റ് നമ്മൾ കോട്ടനെക്സ്റ്റ് മീഡിയേഷൻ ആണെങ്കിൽ ഇത് ഇവിടെ തന്നെ ഒരു വിധിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ എന്നെ തന്നെ ഒരു കൺസിലറേറ്റർ ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്കിത് ഒരു അവാർഡ് ആക്കാവുന്നതാണ്. ദെൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ഈ മീഡിയേഷനിൽ നടന്ന കാര്യങ്ങൾ ഈവൻ കോർട്ടിൽ എന്നെ വിളിപ്പിച്ചാൽ പോലും എനിക്ക് പറയേണ്ട കാര്യമില്ല. അതെന്റെ പ്രിവിലേജ് ആണ്. ചില എക്സെപ്ഷണൽ കേസിൽ എനിക്ക് തെളിവ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ കൂടി എനിക്ക് ഇവിടെ നടന്ന സംഗതികളെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതായിട്ട് വരില്ല. ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നോ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ഫാക്ട്സ് അവിടെ ഞാൻ ഷെയർ ചെയ്യില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇനി മീഡിയേഷന്റെ ചില ഗ്രൗണ്ട് റൂളിലേക്കാണ് ഞാൻ പോകുന്നത്. ചില ഗ്രൗണ്ട് റൂളുകൾ ഉണ്ട് മീഡിയേഷന്. അതാണ് ഞാൻ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പാർട്ടി സംസാരിക്കുന്ന സമയത്ത് വേറൊരു പാർട്ടി സംസാരിക്കാതിരിക്കുക. അപ്പോൾ ആ പറയുന്ന പാർട്ടീന്റെ കണ്ടിന്യൂഷനും പോവും, കേൾക്കുന്ന എന്റെ കണ്ടിന്യൂഷനും പോവും. നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ പറയാൻ എന്തുണ്ടെങ്കിലും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് പറയേണ്ട സമയത്ത് അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. രണ്ടാളുടെയും പ്രശ്നങ്ങൾ എത്ര സമയം എടുത്തിട്ടായാലും ഞാൻ കേൾക്കുന്നതായിരിക്കും. തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവഹേളിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ദെൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്നോട് സംസാരിക്കേണ്ടതായിട്ട് വരും. ഒരു പാർട്ടി എന്നോട് പറഞ്ഞ കാര്യം മറ്റു പാർട്ടിയോട് നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഞാൻ പറയില്ല. കോടതിയിൽ തെളിവ് കൊടുക്കുന്ന കാര്യം ഞാൻ ഒന്നും കൂടി എടുത്തു പറയുന്നു. കോടതിയിൽ എന്നെ തെളിവ് കൊടുക്കാനായിട്ട് വിളിച്ചാല് ഞാൻ ഇവിടെ നടന്ന ഫാക്റ്റുകളൊന്നും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് അവിടെ സെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ദെൻ ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് മീഡിയേഷനെ കുറിച്ച് എന്ത് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മീഡിയേറ്റർ ആയിട്ടുള്ള
സ്ഥാനത്ത് നിന്നും മാറ്റാവുന്നതാണ്. അത് നിങ്ങളുടെ പ്രിവിലേജ് ആണ്. ദെൻ ഇനി നമുക്ക് മീഡിയേഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ആരാണ് സംസാരിക്കുന്നത്? സർ. കാവ്യ, നിങ്ങൾ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വിട്ടുപോയി എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ ചെക്ക് ലിസ്റ്റ് കയ്യിലില്ലല്ലോ? മീഡിയേറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ കയ്യിലുണ്ട് സർ. കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ച ചെക്ക് ലിസ്റ്റ് മാത്രം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം, മീഡിയേറ്റർ ക്വാളിഫിക്കേഷൻ പറയണം. ദെൻ പാർട്ടീസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറയണം. മീഡിയേറ്റേഴ്സ് റോളാണ് നെക്സ്റ്റ്. ഓക്കെ. പിന്നെ അടുത്തത് പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് പറയണം. പാർട്ടീസിന്റെ റോളാണ് മീഡിയേഷന്റെ ഇമ്പോർട്ടൻസ് എന്നല്ല പറയേണ്ടത്, റോൾ ഓഫ് ദി പാർട്ടീസ്. പാർട്ടീസ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതാണ് റോള്. മീഡിയേറ്റർ റോള്, മീഡിയേറ്റർ ഇവിടെ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ്. മനസ്സിലായി? ഇതാണ് നിങ്ങൾ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ ഇംപ്രസീവ് ആവും. ഇപ്പോൾ ഇവിടെ നിന്ന് നടന്ന ഡിസ്കഷൻസ് ഇപ്പൊ ഈ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യും, മാഡം സൈറ്റിലിടും. ഇവിടെ കാവ്യയുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നുള്ള ഡിസ്കഷൻസും കാവ്യ അതിനുശേഷം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റും കൂടി നോക്കുമ്പോൾ മനസ്സിലാവും കാവ്യ ആ ഡിസ്കഷൻസ് എത്രത്തോളം പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തു എന്നുള്ളത്. അത് ചിലപ്പോൾ നമ്മൾ ഒരെണ്ണം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് രജിസ്റ്റർ ആവില്ല, പക്ഷെ അതൊന്ന് കേട്ട് ചെക്ക് ലിസ്റ്റ് എഴുതാൻ ചെയ്യണം. സെൽഫ് ഇൻട്രഡക്ഷൻ, മീഡിയേറ്റേഴ്സ് റോൾ, പാർട്ടീസ് റോൾ, ഗ്രൗണ്ട് റോൾ, സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പ്രോസസ്, അങ്ങനെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുപോകില്ല. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പറയാനും പറ്റും. ഇതിപ്പോൾ കാവ്യ കേട്ടാൽ തന്നെ കാവ്യക്ക് മനസ്സിലാവും അതിൽ ഇപ്പം ഞാനായിരുന്നു പാർട്ടിയെങ്കിൽ എത്രത്തോളം ഇതെനിക്ക് ഇമ്പ്രസീവ് ആവുന്നുള്ളത്. ആ രീതിയിൽ you have to step into the shoes of the parties and hear your statement by yourself and assess it whether it is impressive or not. Suppose if you are a party, how will you give importance or trust to the mediator on the basis of your statement എന്നുള്ളത് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും. മനസ്സിലായ? പലതും എങ്ങനെ പാർട്ടിക്ക് ഇംപ്രസ് ആവും എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരു ആ ഉദ്ദേശത്തിന് എതിരായി വരുന്ന മാതിരിയാണ് പലതും വന്നത് കേട്ടോ. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിന്റെ റിവ്യൂ ചെയ്യും, അപ്പൊ മനസ്സിലാവും ഞാൻ പറയാതെ തന്നെ കേട്ടോ. അപ്പൊ അത് ചെക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ചെക്ക് ലിസ്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിട്ടുപോയില്ല. കാരണം മീഡിയേറ്റർക്ക് അത് നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്നും വിട്ടുപോയില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് പോവാം. ഓൾ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു, അതിൽ എന്തൊക്കെ വിട്ടുപോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ആ രീതിയിലായാൽ ശരിയാവും. ആവുന്നത് മാക്സിമം 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന വിധത്തിൽ പറയാൻ നോക്കുക കേട്ടോ. വല്ലാണ്ടായി കഴിഞ്ഞാൽ അവര് ശ്രദ്ധ പോകും. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ മെക്കാനിസ്ഡ് ആയിട്ട് വെറുതെ ഇരിക്കും പാർട്ടീസ്. അപ്പൊ മാക്സിമം 10 മിനിറ്റ്സ്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലും അത് ഇടയ്ക്ക് പറഞ്ഞാൽ മതി. ആ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ അതായിട്ട് നിർത്തി പിന്നെ മീഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ആവുന്നതും 10 മിനിറ്റിനുള്ളിൽ കൂടുതൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നിർത്താതിരിക്കുക, എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക, നീട്ടാതിരിക്കുക മീഡിയേറ്റർ. ഓക്കെ. ഇനി ആര്? സാൻഡ്ര, മോനൻ, പിന്നെ ആര്? ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ എന്നാ ഫോർ ദി ടൈം ബീയിങ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം മാഡം. മാഡം കേൾക്കുന്നില്ലേ? മാം ഇല്ലേമോ? ആ മാം ഉണ്ട്. ഉണ്ടോ? സനൂജ് പോയതാണോ അല്ലെങ്കിൽ നെറ്റ് പോയതാണോ? സനൂജ് പോയതാണോ? സിന്ധു മാം ഇല്ല കേട്ടോ. സിന്ധു മാം ഇല്ല.
സിന്ധുബാൻ ഇപ്പോ ഓക്കെ എന്താ മാഡം നമ്മളപ്പോ ഒന്ന് വൈൻഡപ്പ് അപ്പൊ ഇനി അടുത്തത് എന്നാണ് നമ്മുടെ ഇവരുടെ മണ്ടർപ്പല്ലേ? മൺഡേ ആരും പറഞ്ഞിട്ടില്ല, വെനസ്ഡേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മൺഡേ എന്ത് ചെയ്യണം? മൺഡേ അതാണ്. ഇനി ലെക്ചറൊക്കെ എടുക്കണോ അതോ വെനസ്ഡേ വെച്ചാൽ മതിയോ? കാരണം 1-ാം തീയതി ആരും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. എന്നാ ബാക്കി ഒരു കുറച്ച് ആൾക്കാർ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എത്ര ആൾക്ക് റെഡി ആവാൻ പറ്റും? അന്ന് നമുക്കൊരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂർ എങ്ങാനും വേണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എല്ലാവരും ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ബാക്കിയുള്ളവര് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ 2-3 പേരായില്ലേ? ബാക്കിയുള്ളവർ ഇനി പറയാത്തവർ അന്നേക്ക് എല്ലാവരും റെഡി ആയിക്കോ. ഡെഫിനിഷൻ ഉണ്ടായിരിക്കും, 2 ഡെഫിനിഷൻ ഉണ്ടാവണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്, മീഡിയേറ്റേഴ്സ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്. അതായി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളായി, മനസ്സിലായി. അപ്പൊ അത് വിട്ടുപോകാതെ ചെയ്യാം. അപ്പൊ അത് നമുക്ക് ചെയ്യാം, ആ എക്സ്പീരിയൻസ് ചെയ്യാം മൺഡേ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ.